ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ അധികപ്പറ്റ് കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. പിന്നെ 5 ദിവസം ലൈവും എപ്പിസോഡും കണ്ടതിൽ നിന്നും ഇനാക്റ്റീവായിട്ട് ഹൗസിലേക്ക് വഴിതെറ്റി കയറിയ പോലെ തോന്നിയവരുടെ പേരുകൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ശ്രീതു കൃഷ്ണ എന്ന കണ്ടസ്റ്റന്റിന്റെ പേര് പറയും. ഇന്ന് രാവിലെ നടന്ന ഒരു സിജോ ജിൻഡോ വഴക്കിൽ ശ്രീതുവിന് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാമായിരുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ലാംഗ്വേജ് കൺസ്ട്രെയിൻസ് ആണോ എന്താണ് പുള്ളിക്കാരിക്ക് സംഭവിച്ചത് എന്നറിയില്ല. ഒരു തണുപ്പൻ അപ്രോച്ചിലാണ് കാര്യങ്ങളെ ഡീൽ ചെയ്ത് അവസാനിപ്പിച്ചത്. പിന്നെ മലയാളം ബിഗ് ബോസിലേക്ക് ശ്രീതു വന്നതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. തമിഴിലോ മറ്റോ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഒരു പെർഫോമൻസ് പുള്ളിക്കാരിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചേനെ എന്ന് തോന്നുന്നു. കാരണം തമിഴ് കലർത്തിയാണ് ശ്രീതു മലയാളം പറയുന്നതായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പൊ തമിഴ് നല്ല ഫ്ലുവന്റ് ആയിരിക്കും. ചെന്നൈ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണ്, അതിന്റെയാണ്. അടുത്ത പേരാണ് സബ് ടൈറ്റിൽ ജാനു അഥവാ ജാൻമോണി ദാസ്. ആള് വളരെ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയൊക്കെ തന്നെയാണ്. ആർക്കും ഇമോഷണൽ ബ്ലോക്ക് വന്നാലും അവരെ സപ്പോർട്ട് ചെയ്യാനും ആശ്വസിപ്പിക്കാനും ഒക്കെ ഒരു മടിയും കാണിക്കാത്ത നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. അതാണ് ഞാൻ ലൈവിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ആസ് എ വ്യൂവർ ജാൻമോണിയുടെ ഒരു ഗെയിം എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം ജാനു ഒരു മലയാളിയല്ല, മലയാളം ഫ്ലുവന്റ് അല്ല. അതുകൊണ്ടാണ് സബ് ടൈറ്റിൽ ജാനു എന്ന് പറഞ്ഞ് പലരും ഇട്ട് ട്രോളുന്നത്. സംസാരിക്കുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വ്യൂവേഴ്സ് എന്ത് പറയാനാണ്? ഒരു മലയാളിയായിട്ട് ജനിക്കാത്തത് അവരുടെ തെറ്റല്ല, അവര് ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മുടെ ലാംഗ്വേജ് ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ലാംഗ്വേജസിൽ ഒന്നാണ്. അതും ജാൻമോണിയുടെ തെറ്റല്ല, പഠിച്ചെടുക്കാൻ നല്ല പാടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ അതുകൊണ്ട് ആരെയും പഴിക്കാൻ പറ്റില്ല. ഹിന്ദി ബിഗ് ബോസിലോ വല്ലോ പോകുമായിരുന്നുവെങ്കിൽ ജാനുവിന് കുറച്ചുകൂടെ പൊളിക്കാൻ സാധിച്ചേനെ എന്ന് തോന്നുന്നു. അതാണ് ജാൻമോണിയുടെ കേസ്. അടുത്തതായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നൊരു പേരാണ് അർജുൻ. ക്യാപ്റ്റനായി അധികാരം കിട്ടിയിട്ട് അത് വേണ്ട പോലെ അർജുൻ യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. നന്മമരം കളിച്ച് ഒരു സൈഡിലോട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് അവിടെ പലരും ഉണ്ടാക്കി ഇമ്പാക്റ്റിന്റെ പകുതി പോലും അർജുൻ ഉണ്ടാക്കിയിട്ടില്ല. ഇനിയാണെങ്കിലും അർജുന് സംസാരിച്ച് നല്ല രീതിയിൽ കളിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കളിച്ചാൽ നല്ല രീതിയിൽ ഫാൻ ബേസും ഉണ്ടാവും അർജുന്. ഈ പേരുകൾ പറയുന്ന കൂട്ടത്തിൽ അർജുനെ അങ്ങ് പരാമർശിച്ചു എന്ന് മാത്രം. അടുത്ത പേര് സുരേഷ്. സുരേഷിന്റെ സംഭവം എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. വഴിതെറ്റി കയറിയ പോലെയാണ് പുള്ളിയുടെ ഓരോ അപ്രോച്ചുകളും. രതീഷിനെതിരെ നിന്ന് കുറെ എന്തൊക്കെയോ ഗെയിം കാഴ്ച വെച്ചിരുന്നു എങ്കിലും അതൊന്നും സുരേഷിൻ്റെതായ ഒരു ഇമ്പാക്ട് പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇനി വേണേലും കളി ഇംപ്രൂവ് ചെയ്താൽ സുരേഷിന് മുന്നോട്ട് വരാൻ കഴിയുമെന്നാണ് ഫീൽ ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്ന പേരാണ് നോറ. നോറയ്ക്ക് എന്തൊക്കെയോ അവിടെ ചെയ്യണം എന്നുണ്ട്. പക്ഷെ വെളിയിൽ ആൾക്കാർ കാണുമ്പോൾ എന്ത് തോന്നും, നോറനെ ജഡ്ജ് ചെയ്യുമോ എന്ന് ഓർത്തൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് പുള്ളിക്കാരിക്ക്. ഇന്നലെ ഫാമിലിയെ കുറിച്ചും നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ല പിക്ചർ കിട്ടി നോറ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ കളിക്കുന്നത് എന്ന്. നോറ ഒരിക്കലും ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ കൺഫ്യൂഷൻ ആണ് നോറയുടെ ഗെയിമിനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ആ കൺഫ്യൂഷൻ മാറ്റി നല്ല രീതിയിൽ കളിച്ചാൽ അവിടെ നിൽക്കാൻ സാധിക്കും. ഇത്രയും പേരുകളാണ് ആസ് ഓഫ് നൗ ഹൗസിൽ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്, വഴിതെറ്റി കയറിയവരെ പോലെ തോന്നിയിട്ടുള്ളത്.